ദേവികുളം താലൂക്കിൽ എൻ.ഡി.എയുടെ കരുത്ത് തെളിയിക്കാൻ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് എസ് രാജേന്ദ്രനാണ്. എന്താണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ? സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചില്ലായിരുന്നു, പ്രതീക്ഷിച്ചതുമല്ല. അങ്ങനെ അപ്രസക്തമായി പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴെല്ലാം ഞാൻ നിഷേധിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സൗഹൃദങ്ങളും സുഹൃത്തുക്കളും രാഷ്ട്രീയത്തിന് അതീതമായുള്ള ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ചില ആശയങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ BJP-യിലേക്ക് ശരി വെറുതെ ഇരിക്കേണ്ട അനുഭവങ്ങളെല്ലാം നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ BJP-യിലേക്ക് ചേർന്നത് വീണ്ടും. എന്നാൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതുമല്ല, പ്രതീക്ഷിച്ചതുമല്ല. ഇത് നമ്മളൊരു പാർട്ടിയിൽ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അവരുടേതായുള്ള രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുവാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറെടുക്കും, ശ്രമിക്കും, നിലപാട് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചേരുമ്പോൾ അവസാനം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ശക്തിയായി ഉറപ്പായി പറയാം, എന്നാൽ വിധേയമായി പോകേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഒട്ടനവധി അവസരങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ സൗഹൃദങ്ങളിൽ ആശയങ്ങളായി രൂപപ്പെട്ടു വന്നതിൽ ഒന്ന് വനവും വന്യജീവികളും ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വനമേഖലയിലെ പ്രശ്നങ്ങളുമെല്ലാം പ്രധാന പ്രശ്നം തന്നെ. തോട്ടം മേഖലയിലെ താമസ സൗകര്യമുള്ള വീടിൻ്റെ മാറ്റൊളി, ഒപ്പം അവർക്കിപ്പോൾ 500 രൂപ ശമ്പളമൊന്നും പോരാ, ഒരു 1000 രൂപയിലെങ്കിലും പാക്കേജിൽ കൊണ്ട് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ജനിച്ച വർഗത്തിൻ്റെ ഒരു മേന്മ, അതിൻ്റെ ഒരു ഗുണമുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആദിവാസിയെന്നോ പട്ടികജാതിയെന്നോ അല്ലാതെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വീടില്ലാത്തവരുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അതിന് ഒരു 50,000 വീടെങ്കിലും നമുക്ക് ലഭ്യമായേ മതിയാവും. ഇത്രയും സങ്കീർണതയുള്ള ചില പ്രശ്നങ്ങൾ കേരളത്തിൽ ഇന്ന് ഏത് സർക്കാർ വന്നാലും സാധിക്കത്തില്ല എന്ന് പൊതുജനങ്ങൾക്കും ബോധ്യമുള്ളതാണ്, രാഷ്ട്രീയ നിരീക്ഷകർക്ക് അറിയുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ചാർജുള്ള BJP-യുടെ നിയോജകമണ്ഡലം ചാർജുള്ള അജി, അതുപോലെ തന്നെ സോജന് തുടങ്ങിയിട്ടുള്ള ആളുകളടക്കം ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് വന്നുപോയി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നീക്കം മന്ത്രിമാരുമായിട്ട് കമ്പനിയും സർക്കാർ തലത്തിലും ഒക്കെ ചർച്ച ഉണ്ടായേനെ. എന്താണേലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ നടപടിക്രമങ്ങൾ തുടരും. അതിൻ്റെ ഭാഗമായി ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് കണക്കാക്കിയാൽ മതി. അതങ്ങനെ ഉദ്ദേശിക്കുന്നു. എങ്ങനെയായിരിക്കും പ്രചരണ പരിപാടികൾ? അതായത് ഒരു വലിയ തോതിലുള്ള പ്രചരണത്തിന് സമയവും ഇല്ല. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഓടിയെത്താനുള്ള ആളുകൾ അങ്ങനെ സഹായിക്കാനുള്ള നിലയിലേക്കുള്ള ഒരു ശേഷി സംഘടനാപരമായി പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. ദേശീയ പാർട്ടിയാണ്. ഇവിടെ LDF-ൻ്റെയും UDF-ൻ്റെയും അത്രയും അടിത്തറ വിപുലപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയല്ല NDA. എന്നാൽ ഉള്ള സോഴ്സ് ഉപയോഗിച്ചു കൊണ്ട് സുഹൃത്തുക്കളും മുൻകാല പരിചയമുള്ളവരും പരസ്യമായി കുറച്ചാളുകൾ ജോലി ചെയ്യും, രഹസ്യമായി നല്ലപോലെ എന്നെ സഹായിക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അത് നടക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ദേവികുളം മണ്ഡലത്തെ അപേക്ഷിച്ച് UDF-ഉം LDF-ഉം മാറി വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ NDA കൂടെ എസ് രാജേന്ദ്രൻ മത്സരിക്കുന്നു. അപ്പോൾ ഇത്തവണത്തെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി എന്ത് വേണമെന്ന് പുതിയ ന്യൂ ജനറേഷനും ആളുകളും ആഗ്രഹിച്ച് 5 വർഷക്കാലവും പൊതുജനങ്ങളുടെ ഒരു ചർച്ച എന്ന് നമുക്ക് കണക്കാക്കിയാൽ അറിയാം. ഒന്നും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ആളുകൾ ബന്ധപ്പെടാനില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സാമൂഹിക സേവനം നടത്താൻ അവർക്ക് ഒരാളിനെ ഇല്ല എന്നുള്ള ഒരു വസ്തുത ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ 2 മുന്നണിയും വേണ്ട എന്ന് പറയാൻ കാരണം എൻ്റെ ഒരു വ്യക്തിപരമായി പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. അത് അടഞ്ഞുപോയ ഒരു അധ്യായമാണ്. അപ്പോൾ പുതിയതായുള്ള പാർട്ടിയിലേക്ക് രാഷ്ട്രീയമായി പൊതുജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ സേവനം നൽകണം എന്ന് സുഹൃത്തുക്കൾ നിർബന്ധം മുഖാന്തരമാണ് നമ്മൾ ഈ പാർട്ടിയിലെത്തുന്നത്. അപ്പം തീർച്ചയായും ജനങ്ങളുടെ ആഗ്രഹം, അവർക്ക് സേവന മേഖലയിൽ നിന്ന് പ്രവർത്തിക്കാൻ, വിളിച്ചാൽ വിളി കേൾക്കാൻ, ഒപ്പത്തിന് ഒപ്പം നിൽക്കാൻ ഒരാളുണ്ടാവണം.
അത് അവരുടെ ആഗ്രഹത്തിലുണ്ട്. അത് പ്രതികരണമായി മാറും. അത് വിജയിക്കുവാനുള്ള സാധ്യതയാണ്. അതാണ് ഉറച്ച വിശ്വാസം. പൂർണ്ണ വിജയ പ്രതീക്ഷ തന്നെയാണോ ഇപ്രാവശ്യമുള്ളത്? തീർച്ചയായും അതിൽ സംശയം ഇല്ല. എന്താ കാരണം? അഹങ്കാരം കൊണ്ടിട്ടല്ല പറയുന്നത്. ജനങ്ങളുടെ ആഗ്രഹമാണത്, എൻ്റെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വനവും വന്യഭൂമിയും ഇടുക്കി ജില്ലയെ സംരക്ഷിച്ച് നിലനിർത്താൻ ഇപ്പോൾ ഏതെങ്കിലും മുന്നണിക്ക് പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ റോഡാകട്ടെ, വീടുകളാകട്ടെ, പെൻഷൻ പദ്ധതികളാകട്ടെ, ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങളുടെ സ്കീമുകളാകട്ടെ, എല്ലാം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതീക്ഷയിലേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നമുക്ക് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് വനമേഖലയിലെ പ്രശ്നങ്ങളാണ്. അതാണ് ഏറ്റവും കടുത്ത പ്രശ്നം. അതും അവിടെ നിന്ന് പ്രതീക്ഷിക്കാനേ വകയുള്ളൂ. അതുകൊണ്ടാണ് ആ നിലയിലേക്ക് അങ്ങനെ കാണുന്നത്. തോട്ടമേഖലയിൽ NDA വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.